പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ പലതരത്തിലുള്ള ബ്രെഡുകൾ അവൈലബിൾ ആണ്. വൈറ്റ് ബ്രെഡ്, ബ്രൗൺ ബ്രെഡ്, ഹോൾ വീറ്റ് ബ്രെഡ്, മൾട്ടിഗ്രെയിൻ ബ്രെഡ്, പിന്നെ പലതരത്തിലുള്ള സ്പെഷ്യാലിറ്റി ബ്രെഡുകൾ, ഹണി ബ്രെഡ്, മിൽക്ക് ബ്രെഡ്, ചീസ് ബ്രെഡ്, ഓട്ട്മീൽ ബ്രെഡ് എന്നിങ്ങനെ വ്യത്യസ്ത നാമത്തിലുള്ള ബ്രെഡുകൾ അവൈലബിൾ ആണ്. ഇത്തരം ബ്രെഡുകളിൽ ഏതാണ് ആരോഗ്യകരമായിട്ടുള്ളത് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളത്? ഇത്തരം വ്യത്യസ്ത നാമത്തിൽ ബ്രെഡുകൾ ഇറക്കുന്നതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് കീഴിലുള്ള ലേബലിംഗ് ആൻഡ് ഡിസ്പ്ലേ റെഗുലേഷൻ പ്രകാരം ഓരോ തരത്തിലുള്ള ബ്രെഡുകളിലും അടങ്ങിയിരിക്കേണ്ട ഘടകങ്ങളുടെ കൃത്യമായ അളവ് പറയുന്നുണ്ട്. കൊമേഴ്ഷ്യലി നിർമ്മിക്കുന്ന ബ്രെഡുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രിസർവേറ്റീവായിട്ടും ഇമൽസിഫയേഴ്സായിട്ടും മറ്റും ധാരാളം ഫുഡ് അഡിക്റ്റീവ്സുകൾ ചേർത്ത് വരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇത് മാറ്റി നിർത്തിക്കൊണ്ട് ഈ ബ്രെഡുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ചേരുവകൾ ഏതാണെന്ന് നോക്കിയിട്ട് ഏത് ബ്രെഡാണ് ഹെൽത്തിയറായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇന്ന് മാർക്കറ്റിൽ പ്രധാനമായും കണ്ടുവരുന്ന 3 ബ്രെഡുകൾ എടുക്കുകയാണെങ്കിൽ 1 വൈറ്റ് ബ്രെഡ്, 2 ബ്രൗൺ ബ്രെഡ്, 3 ഹോൾ വീറ്റ് ബ്രെഡ്. ഈ 3 ബ്രെഡുകളും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതാണ് ഹെൽത്തിയർ ഓപ്ഷൻ നോക്കാം. മൈദയും ആട്ടയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആട്ടയാണ് ഹെൽത്തിയർ ഓപ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം മൈദയിൽ ആട്ടയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഫൈബർ കണ്ടൻറ്റ്, പ്രോട്ടീൻ കണ്ടൻറ്റ്, അതുപോലെ വൈറ്റമിൻസ്, മിനറൽസ് എന്നിവയെല്ലാം താരതമ്യേന കുറവാണ്. അതുമാത്രമല്ല മൈദയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആട്ടയേക്കാൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികളിൽ ബ്ലഡ് ഷുഗർ വളരെ വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് മൈദ കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ബ്രെഡിലാണോ മൈദയുടെയും ആട്ടയുടെയും കോമ്പോസിഷൻ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ഹെൽത്തിയർ ഓപ്ഷൻ എന്ന് തീരുമാനിക്കാവുന്നതാണ്. വൈറ്റ് ബ്രെഡിൽ പ്രധാനമായും മൈദയാണ് പ്രധാന ചേരുവ എന്നതുകൊണ്ട് തന്നെ മറ്റു 2 ബ്രെഡുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ബ്രൗൺ ബ്രെഡുമായും ഹോൾ വീറ്റ് ബ്രെഡുമായും കമ്പയർ ചെയ്യുമ്പോൾ വൈറ്റ് ബ്രെഡ് പൊതുവെ ആരോഗ്യകരമല്ല. ഇനി ഹോൾ വീറ്റ് ബ്രെഡും അതുപോലെ ബ്രൗൺ ബ്രെഡും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബ്രൗൺ ബ്രെഡിൽ 50% ആട്ട പറയുന്നത്, എന്നാൽ ഹോൾ വീറ്റ് ബ്രെഡിൽ 75% ആട്ട ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഹോൾ വീറ്റ് ബ്രെഡും അതുപോലെ ബ്രൗൺ ബ്രെഡും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹോൾ വീറ്റ് ബ്രെഡാണ് ആരോഗ്യകരമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. അതുപോലെ മാർക്കറ്റിൽ ലഭ്യമായ വിവിധ പേരുകളിലുള്ള ബ്രെഡുകളിൽ ആ പേരിനാസ്പദമായ ഘടകങ്ങൾ എത്രത്തോളം വേണമെന്നാണ് ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് കീഴിലുള്ള റെഗുലേഷൻസിൽ പറയുന്നതെന്ന് നോക്കാം. ഹോൾ വീറ്റ് ബ്രെഡിൽ മിനിമം 75% ആട്ട അടങ്ങിയിരിക്കണം. വീറ്റ് ബ്രെഡ് അല്ലെങ്കിൽ ബ്രൗൺ ബ്രെഡിൽ മിനിമം 50% ആട്ട അടങ്ങിയിരിക്കണം. മൾട്ടിഗ്രെയിൻ ബ്രെഡിൽ ഗോതമ്പിന് പുറമെ 20% മറ്റു ധാന്യപ്പൊടികൾ അടങ്ങിയിരിക്കണം. സ്പെഷ്യാലിറ്റി ബ്രെഡുകൾ എന്ന പേരിൽ ഇറങ്ങുന്ന മിൽക്ക് ബ്രെഡിൽ മിനിമം 6% മിൽക്ക് സോളിഡ്സ് ഉണ്ടായിരിക്കണം. ഹണി ബ്രെഡിൽ മിനിമം 5% ഹണി അടങ്ങിയിരിക്കണം. ചീസ് ബ്രെഡിൽ മിനിമം 10% ചീസ് അടങ്ങിയിരിക്കണം. ഓട്ട്മീൽ ബ്രെഡിൽ മിനിമം 15% ഓട്സ് അടങ്ങിയിരിക്കണം. പ്രോട്ടീൻ എൻറിച്ച്ഡ് ബ്രെഡിൽ മിനിമം 15% എഡിബിൾ പ്രോട്ടീൻ അടങ്ങിയിരിക്കണം.